LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP FICO, HANA, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Authorized Study Center. Join us at our Authorized Study Center in North Parur, LCC, Kerala, and take the first step towards a brighter future. അശ്വതിക്ക് ആശ്വാസമായി സ്നേഹവീടിന് തറക്കല്ലിട്ടു. പറവൂർ താലൂക്ക് ആശുപത്രിയിൽ മരം മുറിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ അശ്വതിയുടെ ഭർത്താവ് മോഹൻകുമാർ മരണപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മോഹൻകുമാറിന്റെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്തിന്റെ ആധാരം 2 ആഴ്ച മുൻപ് കൈമാറിയിരുന്നു. തറക്കല്ലിടൽ കർമ്മം പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു. അശ്വതിക്ക് ആശ്വാസമായി സ്നേഹവീടിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തറക്കല്ലിട്ടു. അകാലത്തിൽ ഭർത്താവിന്റെ ദാരുണ മരണത്തോടെ അനാഥമായ അശ്വതിക്കും കുഞ്ഞുങ്ങൾക്കും പ്രതിപക്ഷ നേതാവാണ് സ്ഥലവും വാഗ്ദാനം ചെയ്തത്. അശ്വതിയുടെ പേരിൽ വാങ്ങിയ 3 സെന്റ് സ്ഥലത്തിന്റെ ആധാരം 2 ആഴ്ച മുൻപ് കൈമാറിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 11-നാണ് വയനാട് വൈത്തിരി സ്വദേശിയും അശ്വതിയുടെ ഭർത്താവുമായ മോഹൻകുമാർ പറവൂർ താലൂക്ക് ആശുപത്രി വളപ്പിലെ മരം മുറിക്കുന്നതിനിടെ കയർ കഴുത്തിലും ദേഹത്തിലും വലിഞ്ഞു മുറുകി മരത്തിനു മുകളിൽ തന്നെ വെച്ച് മരിച്ചത്. ഇതോടെ തത്തപ്പിള്ളിയിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഭാര്യ അശ്വതിയും പറക്കമുറ്റാത്ത 3 പെൺകുഞ്ഞുങ്ങളും ഇരുളടഞ്ഞ ഭാവിക്ക് മുന്നിൽ പകച്ചു നിന്നപ്പോൾ വിവരമറിഞ്ഞെത്തിയ പ്രതിപക്ഷ നേതാവ് ഇവർക്ക് സ്വന്തമായി സ്ഥലവും വീടും അശ്വതിക്ക് ജോലിയും വാഗ്ദാനം ചെയ്തിരുന്നു. പണി പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ താക്കോൽ നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്ഥലം വാങ്ങിച്ചു, അവരുടെ ആധാരം കൈമാറി. അപ്പോൾ ആധാരം കൈമാറി ഉടൻ തന്നെ വീടിൻ്റെ നിർമ്മാണം തുടങ്ങുമെന്ന് പറഞ്ഞു. ഇന്ന് വീടിൻ്റെ തറക്കല്ലിട്ടിരിക്കുകയാണ്. ഖത്തറിലെ കോസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അസ്മുദ്ദീൻ സാഹിബാണ് നമുക്ക് ഈ വീട് നിർമ്മിച്ചു തരാം എന്ന് സമ്മതിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിരുന്നത്. സമയബന്ധിതമായി എത്രയും പെട്ടെന്ന് ഒരു വീടുണ്ടാക്കി ആ കുടുംബത്തിനെ അങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ബാക്കിയുള്ള കുട്ടികളുടെ കാര്യത്തിലും മറ്റു കാര്യത്തിലും എല്ലാ സഹായവും നമ്മുടെ ഭാഗത്തുനിന്ന് പുനർജനി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്ഥലം വാങ്ങിച്ച് വീട് നിർമ്മിച്ചത്. ഖത്തർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോസ്റ്റൽ ഗ്രൂപ്പിന്റെ സാരഥികളായ അസിമുദ്ദീൻ, നിഷാദ് അസീം എന്നിവരാണ് വീട് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് എടുത്തു നൽകിയ വാടക വീട്ടിലാണ് അശ്വതിയും കുഞ്ഞുങ്ങളും ഇപ്പോൾ താമസിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവും പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകിയിട്ടുണ്ട്. അശ്വതിയുടെ കോഴ്സ് പൂർത്തിയാക്കിയാൽ ജോലിയും നൽകും. ചടങ്ങിൽ പങ്കെടുത്ത കോസ്റ്റൽ ഗ്രൂപ്പ് പ്രതിനിധി നദീറ ബീഗം അസിമുദ്ദീൻ പ്രതിമാസം 1000 രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ വീതം അശ്വതിക്ക് നൽകുമെന്നറിയിച്ചു. കാർഷിക ഗ്രാമ വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി.എ. നവാസ്, നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, വൈസ് ചെയർമാൻ എം.ജെ. രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരൂൺ പനക്കൽ, വി.എച്ച്. ജമാൽ, കെ.കെ. അബ്ദുള്ള, സജി നമ്പ്യത്ത്, പി.എസ്. സക്കീർ, കെ.കെ. സുമയ്യ, പി.എസ്. ശശി, വി.ആർ. ഗോപാലകൃഷ്ണൻ, വി.ജി. ശശിധരൻ, ശ്രീദേവി പ്രദീപ്, ഷെറീന അബ്ദുൽ കരീം, വി.പി. അനിൽകുമാർ, കെ.കെ. കൃഷ്ണലാൽ, കെ.എ. അനസ് തുടങ്ങിയവർ പങ്കെടുത്തു.